വേങ്ങരയിലേക്ക് കെ എം ഷാജിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് പോയത് മാത്രമേ എനിക്കതിനകത്ത് കൗതുകമുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ ഭൂരിപക്ഷം ഇനിയൊന്ന് കുറഞ്ഞ് വിജയിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവാത്തത് കൊണ്ട് ഉറപ്പായും ഏറ്റവും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള മലപ്പുറത്തേക്ക് അദ്ദേഹം മാറിപ്പോകുന്നു. ലീഗ് ആഗ്രഹിക്കുന്നതും ഒരു പ്രഖ്യാപിക്കുന്നതും മലപ്പുറത്ത് നിന്ന് ഇത്തവണ ഇടതുമുന്നണിയെ ചിത്രത്തെ ഇല്ലാതെ മായ്ച്ചു കളയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെത്രത്തോളം നടപ്പാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം മറ്റു പല മണ്ഡലങ്ങളുമുണ്ട്. അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലവും ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ പരാജയപ്പെടുന്ന ചരിത്രവും മുമ്പുണ്ടല്ലോ. പിന്നെ കൊടുവള്ളിയിലേക്ക് വന്നാൽ ഇപ്പുറത്ത് മലപ്പുറത്തിന് വെളിയിലേക്ക് ഒക്കെ ഉള്ളത് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ അവിടെ പി.കെ. ഫിറോസിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നല്ല കാൻഡിഡേറ്റാണ്. പക്ഷേ അവിടെ നല്ല ഫൈറ്റ് നടത്തേണ്ടി വരും പി.കെ. ഫിറോസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഉറച്ചു വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളല്ല കേട്ടോ ഇതെല്ലാവരും. മത്സരത്തിൽ നല്ല മത്സരം കാഴ്ചവെക്കേണ്ട സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ കാഴ്ചവെക്കാൻ കഴിവുള്ളവരെ അവിടെ രംഗത്തിറക്കിയിരിക്കുന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് സൗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇദ്ദേഹം എം.കെ. മുനീറാണ് അവിടെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എം.കെ. മുനീറിനെ ഒഴിവാക്കിയതിൽ ആർക്കും പരാതി പറയാനില്ലാത്ത മട്ടിലാണ് അവിടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് മൊത്തത്തിൽ നോക്കിയാൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഓക്കെ.